Hello friends, welcome to Sham's World of Joy. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ചീസ് ഫിൽഡ് ആലൂ പറാട്ടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബോയിൽഡ് പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. 2 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്യാം. പൊട്ടറ്റോ ഇവിടെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലംസ് ഒന്നും ഇല്ലാതെ സ്മാഷ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലോർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ ഞാൻ സെയിം അളവിൽ മൈദ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഗോതമ്പ് മാവ് മാത്രം ഉപയോഗിച്ച് നമുക്കിത് ഉണ്ടാക്കാം. പക്ഷേ മൈദ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഞാനിവിടെ മൈദ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. എരിവിന് ചെറുതായി അരിഞ്ഞ പച്ചമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പറാട്ടയായിട്ട് ചുട്ടെടുക്കാം. പറാട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് ഇതുപോലെ കുറച്ച് വലിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. സാധാരണ ആലൂ പറാട്ട ഉണ്ടാക്കുമ്പോൾ ആലൂ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത് പോലെ ഇതിൽ നമുക്ക് ചീസിൻ്റെ ഫില്ലിങ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ആലൂ ഓൾറെഡി ഞാൻ മാവിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ ബോൾസായി എടുത്ത് നമുക്ക് ഫില്ലിങ്സ് വെച്ച് പറാട്ട ചുട്ടെടുക്കാം. ഫില്ലിങ്സ് വെക്കാൻ വേണ്ടി ഇത്രയും പരത്തിയെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്നുകൂടെ മടക്കി ബോൾ പോലെ ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. ഒരേ രീതിയിലുള്ള പറാട്ട കഴിച്ച് മടുക്കുമ്പോൾ ഒരു ചേഞ്ചിന് നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. മെല്ലെ പരത്തിയെടുത്താൽ മതി. അധികം ഫോഴ്സിൽ പരത്തിയെടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ പുറത്തേക്ക് വരും. അതുപോലെ ഒരുപാട് കനം കുറയ്ക്കാനും പാടില്ല. അപ്പം നമ്മുടെ ആദ്യത്തെ പറാട്ട ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. കല്ല് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പറാട്ട ഇതിലേക്ക് ഇടാം. പറാട്ട നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചീസ് ഫിൽഡ് ആലൂ പറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പറാട്ടയും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു പറാട്ട എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസ് ഇടാനും മറക്കരുത്. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.